തൃശ്ശൂരുള്ള കൂർക്കഞ്ചേരി പള്ളിയിലെ വികാരി അച്ഛനെ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ അദ്ദേഹം 10 വർഷത്തോളം ഓസ്ട്രേലിയയിൽ ഒന്ന് രണ്ട് പള്ളികളിലെ അവിടുത്തെ വികാരി അച്ഛനായിട്ട് ജോലി ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മെൽബണിലെ പള്ളിയിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അവിടെ ഓരോ വർഷവും കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതായത് അവിടുത്തെ ഇടവക വലുതായി വരികയാണ്. അപ്പോൾ അതുപോലെ അഡലേഡിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ഇടവകകളിലെ ആൾക്കാരുടെ എണ്ണം, അതായത് കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടി വരുന്നു. അപ്പോൾ അദ്ദേഹം പള്ളിയിൽ വരുന്നത് എന്താണെങ്കിലും ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി വരുന്നു. പക്ഷേ ഈ ക്രിസ്ത്യാനികളല്ലാത്തവരും ഇതേപോലെ തന്നെ ഈക്വലായിട്ട് അതിൽ അവിടെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഈ ഓസ്ട്രേലിയയ്ക്ക് ആളുകൾ ഓരോ വർഷവും കൂടി വരുന്നു. അവിടെ എത്തുന്നവർ, അത് പഠിക്കാനായിട്ട് എത്തുന്നവരുണ്ട്, ഇവിടെ പഠിച്ച ശേഷം ജോലിക്ക് വേണ്ടി എത്തുന്നവരുണ്ട്. അപ്പോൾ അവിടെ വന്നവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ആളുകളുടെ എണ്ണം അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ ഒരു 600 പേരായപ്പോഴത്തേക്കും അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, നിങ്ങൾക്ക് പള്ളിക്ക് ഒരു ഹോള് പണിയാൻ വേണ്ടിയിട്ട് $4 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നൽകാം. ബാക്കി എന്തോ 5.5 ലക്ഷത്തിൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അപ്പോൾ 4 മില്യൺ നൽകാം. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ അവിടെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് നൽകാമെന്ന് ഒരു വാഗ്ദാനം നൽകി. അപ്പോൾ ഈ കുറുക്കഞ്ചേരി പള്ളിയിലെ അച്ഛൻ പറഞ്ഞ ഓസ്ട്രേലിയയിലേക്ക് ഇവിടുന്ന് പോകുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഏത് വാർഡിലും ഏത് കോർപ്പറേഷൻ ഡിവിഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പലപ്പോഴും അച്ഛനും അമ്മയും ഉണ്ടാകും. മക്കൾ പല രാജ്യങ്ങളിലേക്ക് ഒന്നെങ്കിൽ ഓൾറെഡി പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിലാണ് മിക്കവരും തന്നെ. വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഒരു അച്ഛനോ അമ്മയോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് തുടരാമെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലമാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താണ്? അതിൻ്റെ പ്രധാനമായ കാരണം, നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി കേരളത്തിൽ ലഭ്യമല്ല എന്നുള്ളത് ഒരു കാര്യം. ഇഷ്ടമുള്ള ജോലി എന്ന് പറയുമ്പോഴത്തേനും അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകാം ജോലിയെ സംബന്ധിച്ച്. അതിൽ തന്നെ നല്ല ശമ്പളം കിട്ടുന്ന ജോലി എന്നുള്ളത് വേറൊരു കാര്യമാണ്. ആ നല്ല ശമ്പളം കിട്ടുന്ന ജോലി, അതുപോലെ ഇഷ്ടമുള്ള ജോലി എന്ന് പറയുന്നത് ഇവിടെ കുറയാനുള്ള കാരണം, ഇവിടെ സംരംഭങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങൾ ഇവിടെ മാവൂർ ഗോളിയറയൻസ് കോഴിക്കോട് നമ്മളെ CPMൻ്റെ നേതൃത്വത്തിൽ പണ്ട് കാലത്ത് പൂട്ടിച്ചത് മുതൽ പിന്നെ ഇങ്ങോട്ട് വ്യവസായ സ്ഥാപനങ്ങളെ പൂട്ടിക്കുന്നതിൽ ഉള്ള ഒരു വൈദഗ്ധ്യമാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി പിന്നെ നേടിയത്. മറ്റു പാർട്ടികളും അതേ പാത തന്നെ പിന്തുടർന്നു. ഏതെങ്കിലും ഒരാൾ പൈസ മുടക്കി ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങിയാൽ, ഒരു സംരംഭം തുടങ്ങിയാൽ അവിടെ കൊടി കുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നടപടി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കൊടി കുത്തി പിന്നെ അവരെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താമോ അങ്ങനെയുള്ള പരിപാടികളിലേക്ക് യൂണിയനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് മനസ്സുമടുത്ത് ആണ് സംരംഭകത്വം എന്ന് പറയുന്ന പരിപാടി ലാർജ് സ്കെയിലിൽ കേരളത്തിൽ ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടായത്. ചിലർ പറയും, ഇവിടെ വ്യവസായങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വായു മലിനീകരണമില്ല, ഇവിടുത്തെ വെള്ളം ശുദ്ധമാണ്, ഏത് പുഴയിലെ വെള്ളമാണ് ഇവിടെ ശുദ്ധം, ഏത് കനാലിലെ വെള്ളമാണ് ഇവിടെ ശുദ്ധം, ഒരു കനാലിലും പുഴയിലോ അല്ല തടാകത്തിലെയോ വേമ്പനാട് ലേക്കിലേക്ക് അറിയാം എത്ര മലിനമാണ്. അതുപോലെ പെരിയാർ എത്ര മലിനമാണ്. ഇതുപോലെ എറണാകുളം സിറ്റിയിലുള്ള ഇവിടുത്തെ കനാലുകൾ, തോടുകൾ ഒക്കെ എത്ര മലിനമാണ്. ഇപ്പോൾ ഇവിടെ ഈ ബ്രഹ്മപുരത്തിൻ്റെ അടുത്തൂടെ ഒഴുകുന്ന പുഴയൊക്കെ എത്ര മലിനമാണ്. ആ ബ്രഹ്മപുരത്തു നിന്ന് വേസ്റ്റൊക്കെ പോയി. അതുപോലെ തിരുവനന്തപുരത്ത് ആമയിഴഞ്ഞാന്തോട് എന്ന് പറയുന്നത് അത് ആക്കുളം ലേക്കിലേക്ക് ചെന്നെത്തുമ്പോഴത്തേക്കും എത്ര മലിനമാണ്. അപ്പോൾ ഇവിടെ വ്യവസായമില്ലാത്തതുകൊണ്ട് ഇവിടെ വളരെ ക്ലീനായിട്ടുള്ള ഒരു പരിസ്ഥിതി ഇല്ല എന്നുള്ളതുമുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം അതുകൊണ്ട് ദോഷം തന്നെയുള്ളൂ. ഇവിടുത്തെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല, നല്ല ജോലിയില്ല. അതിൻ്റെ കാരണം നമ്മൾ ഇവിടുത്തെ ഓരോ
പഞ്ചായത്തിലും ഓരോ കോർപ്പറേഷൻ ഭരിക്കുന്നവരുമൊക്കെ എൻ്റെ കോർപ്പറേഷനിൽ വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും. അതുപോലെ കൂടുതൽ ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട്, പിന്തുണ, അവിടെ ഒരു സമരമുണ്ടാകാതെയും അവിടെ മറ്റ് പ്രശ്നങ്ങളുണ്ടാകാതെയും ഒക്കെ അവരെ പിന്തുണയ്ക്കുമെന്നുള്ള ഒരു നയം നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ കോർപ്പറേഷനുകളിലും പ്രസംഗങ്ങളുണ്ടെങ്കിലും പ്രവൃത്തിയിലില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ BJPയുടെ കൗൺസിലർമാർ അവർ ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവർ അവർ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം അവരുടെ വാർഡുകളിൽ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള പിന്തുണ നൽകുക. അതുപോലെ അത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ജോലി തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ജോലി ഉണ്ടാകുന്നതിന് ഈ സംരംഭങ്ങൾ തുടങ്ങിയാൽ മാത്രം പോരാ, ഒരു എംപ്ലോയബിലിറ്റി സ്കിൽസ് നേടിക്കൊടുക്കുന്ന വിദ്യാഭ്യാസ സംവിധാനവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ നയങ്ങളാണ് ഇവിടെ പിന്തുടർന്നിരുന്നത്. അതുകൊണ്ട് എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ. അതുപോലെ നമ്മുടെ അധ്യാപക സംഘടനകളാണേലും അവരുടേതായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് അധ്യാപക സംഘടനകളുടെ ലക്ഷ്യം. അല്ലാതെ ഇവിടുത്തെ പിള്ളേരെ എംപ്ലോയബിലിറ്റി സ്കിൽസ് ഉണ്ടാക്കി അവർ നല്ല ജോലികൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവരെ പാകപ്പെടുത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിടുക എന്നുള്ള ലക്ഷ്യമൊന്നും നമ്മുടെ അധ്യാപക സംഘടനകൾക്കുമില്ല. നമ്മുടെ ദുരവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 കേന്ദ്ര BJP ഗവൺമെൻറ് കൊണ്ടുവന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ ഇൻറ്റേൺഷിപ്പിന് പോകാനും അതുപോലെ ഇടയ്ക്ക് പഠിത്തം നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോകാനും വീണ്ടും തിരിച്ചു വന്ന് പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള പല ഈ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന അതുപോലെ ജോലി ചെയ്യുക എന്നുള്ളതിലേക്ക് മാറ്റുന്ന ഒരു നയമാണ് 2020 BJP പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കൂടി വച്ചിരിക്കുന്നത്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം വളരെ സ്കൂൾ തലത്തിൽ തുടങ്ങി നൽകുക എന്നുള്ളതിനാണ് PM ശ്രീ പദ്ധതി. പക്ഷേ നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്ത് നമ്മളൊക്കെ കണ്ടതാണല്ലോ, ഇവിടെ നമുക്ക് അങ്ങനെ അത്രയും വലിയ ക്വാളിറ്റി ഒന്നും നമുക്ക് വേണ്ട. പക്ഷേ പൈസ വേണം, പക്ഷേ നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്, എക്സിക്യൂട്ട് ചെയ്യത്തില്ല എന്നൊക്കെയുള്ള ചില വളരെ നെഗറ്റീവായിട്ടുള്ള നയങ്ങളാണ് നമ്മളുടെ ഭരണത്തിൻ്റെ നേതൃത്വം നൽകുന്നവർ പിന്തുടരുന്നത്. BJP ഗവൺമെൻറ് ഇന്ത്യയിൽ നല്ല മികവുറ്റ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി NITകളുടെ എണ്ണം കൂട്ടി, IITകളുടെ എണ്ണം കൂട്ടി, ശാസ്ത്രമേഖലയിൽ ഉള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടി, അപ്പോൾ കൂടുതൽ നവോദയ വിദ്യാലയങ്ങളുടെ എണ്ണം കൂട്ടി. അപ്പോൾ വിദ്യാഭ്യാസം വളരെ നന്നായിട്ട് നൽകിക്കഴിഞ്ഞാൽ അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു ശേഷി ഉണ്ടാകുന്നു, എംപ്ലോയബിലിറ്റി സ്കിൽസ് ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് BJP ലക്ഷ്യമിടുന്നത്. അപ്പോൾ BJP കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ സംരംഭങ്ങൾ ആ നഗരത്തിലോ പട്ടണത്തിലോ പഞ്ചായത്തിലോ ഒക്കെ തുടങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മുടെ ഓരോ പ്രദേശത്തിനും അതിന് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയും സാഹചര്യങ്ങളും ടാലൻസും അനുസരിച്ച് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യതകൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലുമുണ്ട്, എല്ലാ നഗരങ്ങളിലുമുണ്ട്. ഇപ്പോൾ ചില പ്രദേശത്ത് എനിക്കറിയാം, അവർ ചില ഈ നഴ്സറി നടത്തിയിട്ട് നഗരങ്ങളിലേക്കുള്ള ചെടികൾ, ഫോളിയേജ് പ്ലാന്റ്സ് അല്ലെ ഫ്ലവേഴ്സ് ഒക്കെ നൽകുന്നുണ്ട്. ഒരു 2-3 വർഷം മുമ്പ് ചെന്നൈയിൽ ഞാനൊരു സംരംഭം കണ്ടതാണ്. അവർ വലിയ ചെടികൾ ഉണ്ടാക്കുന്നു, പാം പോലെയുള്ളതുണ്ടാക്കി അത് വേരോടുകൂടി ഇവിടുന്ന് എടുത്ത് കണ്ടെയ്നറിലാക്കി പുറത്തേക്ക് കയറ്റി അയക്കുകയാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, നല്ല കാലാവസ്ഥയുണ്ട്, ഇഷ്ടംപോലെ സൂര്യപ്രകാശമുണ്ട്. ഇവിടെ എന്തെല്ലാം നല്ല നല്ല സംരംഭങ്ങൾ നമുക്ക് തുടങ്ങി വിജയിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള 4 പേർക്കെങ്കിലും ജോലി കൊടുക്കാനും പറ്റും എന്നുള്ളത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന, കോർപ്പറേഷൻ ഭരിക്കുന്ന, മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആൾക്കാരുടെ തലയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.